അപകടത്തിൽപ്പെട്ട ഫീഡർ ഷിപ്പിന്റെ കണ്ടെയ്നറുകളുടെ ഭാഗങ്ങൾ തിരുവനന്തപുരം തീരത്തേക്ക് കൂടി അടിയുകയാണ്. മുതലപ്പുഴി, അഞ്ചുതെങ്ങ്, വർക്കല ഭാഗങ്ങളിലാണ് ഇതിന്റെ അവശിഷ്ടങ്ങൾ അടിയുന്നത്. ഞാനിപ്പോൾ ഉള്ളത് മുതലപ്പുഴി തീരദേശത്താണ്. ഇവിടെ 50-ലധികം ചാക്കുകൾ, വെളുത്ത നിറത്തിലുള്ള ചാക്കുകൾ രാവിലെ മുതൽ തന്നെ അടിയുന്നുണ്ട്. മത്സ്യത്തൊഴിലാളികളാണ് ഈ ചാക്കുകൾ കടലിലേക്ക് ഇറങ്ങി കരയിലേക്ക് എടുത്തു വെക്കുന്നത്. പോളി എത്തിലീൻ സബ്സ്റ്റൻസുകളാണ് ഈ ചാക്കുകളിൽ ഉള്ളത് എന്നുള്ളതാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. 25 കിലോ ഭാരമുള്ള ഏതാണ്ട് 50-55-ലധികം വരുന്ന ചാക്കുകളാണ് ഇപ്പോൾ ഇവിടെയുള്ളത്. ഈ പോളി എത്തിലീനുകൾ ഉപയോഗിച്ചാണ് പ്ലാസ്റ്റിക് ഉപകരണങ്ങളും മറ്റ് യൂട്ടൻസിലുകളും ഒക്കെ ഉണ്ടാക്കുന്നത്. മാത്രമല്ല മെഡിക്കൽ ഡിവൈസസ് ഉണ്ടാക്കുന്നതും ഈ പോളി എത്തിലീനുകൾ ഉപയോഗിച്ചാണ്. ഈ കടൽ തീരത്തേക്ക് നോക്കിയാൽ നമുക്ക് കാണാം ചില ചാക്കുകളൊക്കെ പൊട്ടി ഇതെല്ലാം പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഈ വെളുത്ത തരി പോലെ കിടക്കുന്ന ഈ സാധനങ്ങൾ, സബ്സ്റ്റൻസുകളാണ് ഈ ചാക്കുകളിൽ ഉള്ളത്. പക്ഷേ നിലവിലിപ്പോൾ ഇത്തരത്തിലുള്ള 50-55-ലധികം ചാക്കുകളാണ് ഈ തീരത്തേക്ക് അടിഞ്ഞിട്ടുള്ളത്. ഇതിനോടൊപ്പം തന്നെ തടികൾ അടിഞ്ഞിട്ടുണ്ട്, കണ്ടെയ്നറുടെ ഭാഗങ്ങൾ, അവശിഷ്ട ഭാഗങ്ങൾ അടിഞ്ഞിട്ടുണ്ട്, മറ്റു ചില സാധനങ്ങൾ കൂടി ഈ തീരത്തേക്ക് അടിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. മത്സ്യത്തൊഴിലാളികൾ നേരിട്ടിറങ്ങിയാണ് ഈ സബ്സ്റ്റൻസുകളും ഈ ചാക്കുകളെല്ലാം കരയിലേക്ക് എത്തിക്കുന്നത്. കൃത്യമായി തന്നെ നേരത്തെ മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള സാധനങ്ങൾ കണ്ടാൽ കടലിലേക്ക് ഇറങ്ങി ഇത് കൈകൊണ്ട് എടുക്കരുത് എന്നതടക്കമുള്ള നിർദ്ദേശങ്ങൾ ദുരന്ത നിവാരണ അതോറിറ്റി നൽകിയിട്ടുണ്ട്. പക്ഷേ കൂടുതൽ തീരങ്ങളിലേക്ക് ഈ സാധനങ്ങൾ എത്തുമ്പോൾ ഈ മത്സ്യത്തൊഴിലാളികൾ തന്നെ കടലിലേക്ക് ഇറങ്ങി ഇത് നേരിട്ട് കൈകൊണ്ടെടുത്ത് കരയിലേക്ക് വെക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഇത് എത്രത്തോളം അപകടകരമാണ് എന്നുള്ളതിനെ കുറിച്ചൊന്നും ഇപ്പോഴും ഒരു വലിയ വ്യക്തത വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ ജാഗ്രത പുലർത്തണം, പ്രത്യേകിച്ച് തീരദേശത്തുള്ളവർ എന്നുള്ളത് നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. നമുക്ക് കാണാം പല ചാക്കുകളും പൊട്ടിയിരിപ്പുണ്ട്. അതിൽ നിന്നും വെള്ള നിറത്തിലുള്ള മുത്തുപോലുള്ള സാധനങ്ങൾ പുറത്തേക്ക് പൊടിഞ്ഞിട്ടുമുണ്ട്. കടലിലാകെ ഇപ്പോൾ ഈ തിര അടിക്കുമ്പോഴൊക്കെ നമുക്ക് കാണാം തിരയിൽ പോലും ഇത്തരത്തിൽ ഈ സാധനങ്ങൾ നിറഞ്ഞ് വല്ലാത്തൊരു അവസ്ഥയിലേക്കാണ് തിര ഇങ്ങോട്ടേക്ക് അടിച്ചു കയറുന്നത് എന്നുള്ളതാണ്. ഇത് ഇനി എങ്ങനെ എത്ര നാളെടുത്താകും ഇതൊക്കെ മാറുക എന്നുള്ളത് ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല, അല്ലെങ്കിൽ അറിയുക ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഈ പോളി എത്തിലീൻ ബാഗുകൾ ഇപ്പോൾ പൊട്ടി കടലിലേക്ക് തന്നെ അത് ചേർന്നിട്ടുണ്ട്. അതിൽ ബാക്കിയുള്ളത് നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഇനിയും കൂടുതൽ ഒഴുകി വരുന്നുണ്ട്. അവിടെയും നേരത്തെ കണ്ടെയ്നറിന്റെ ഭാഗങ്ങൾ ഉണ്ടായിരുന്നു, ഒരു വലിയ പെട്ടി പോലൊരു സാധനവും അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്തായാലും ഈ കടലിൽ ഈ ഒഴുകി നടക്കുന്ന സാധനങ്ങൾ ഇത് പോളി എത്തിലീൻ ആണ് എന്നതിൽ മാർക്ക് ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് അത് തിരിച്ചറിയുന്നത്. പക്ഷേ മറ്റു സംഭവങ്ങൾ എന്താണെങ്കിലും കടൽ തീരത്ത് വന്നടിയുകയാണെങ്കിൽ അത് എടുക്കരുത് എന്നൊരു കൃത്യമായ നിർദ്ദേശമുണ്ട്. അത് പൊതുജനമാണെങ്കിലും മത്സ്യത്തൊഴിലാളികളാണെങ്കിലും അത് എടുക്കാൻ പാടുള്ളതല്ല. ഈ മുന്നറിയിപ്പുകൾ കൃത്യമായി പാലിക്കണം എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. വീഡിയോ ജേർണലിസ്റ്റ് നന്ദകിഷോറിനൊപ്പം റിപ്പോർട്ടർ ആഷൻ ഡിയേഗോ ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.